നമസ്കാരം. ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിലെ ഷാഹി ജമാ മസ്ജിദിലെ ഒരു സർവേയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വ്യാപകമായ സംഘർഷമാണ് അവിടെ ഉണ്ടായത്. ഈ പള്ളിയിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥന്മാരെ തടയാനെത്തിയ ജനങ്ങളും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലും തുടർന്നുണ്ടായ സംഘർഷങ്ങളിലും 4 പേരാണ് കൊല്ലപ്പെട്ടത്. ഷാഹി ജമാ മസ്ജിദ് നേരത്തെ ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നും ബാബറിൻ്റെ കാലത്ത് ആ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പള്ളി സ്ഥാപിച്ചതെന്നും ചൂണ്ടിക്കാട്ടി ഒരു അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇവിടെ സർവേക്ക് ഉത്തരവിട്ടിരുന്നത്. ഈ മാസം 19-നും ഇവിടെ സർവേ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അധികൃതർ സർവേക്ക് എത്തിയപ്പോൾ അത് ഒരു സംഘം ആളുകൾ തടയാനെത്തിയിരുന്നു. തുടർന്നാണ് വ്യാപകമായ തോതിൽ അവിടെ സംഘർഷമുണ്ടായതും 4 പേർ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയതും. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ പതിറ്റാണ്ടുകളോളം ഒരു ദുസ്വപ്നമായി കൊണ്ട് നടന്ന ഒരു വിഷയമായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവവികാസങ്ങൾ. ഇന്ത്യയുടെ ഒരുപക്ഷെ രാഷ്ട്രീയ ചരിത്രം പോലും മാറ്റി എഴുതിയ രീതിയിലേക്കാണ് അന്ന് ആ സംഭവം മാറിയത്. 1992 ഡിസംബർ 6-നായിരുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. അതിനു മുമ്പ് അവിടെയും ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത് പാർലമെൻറ്റിലും പൊതുവേദികളിലുമൊക്കെ തന്നെ വലിയൊരു രാഷ്ട്രീയ ചർച്ചയായ വിഷയമായിരുന്നു. BJP നിരവധി തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ പ്രചരണ ആയുധമായി വരെ ഉപയോഗിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ബാബറി മസ്ജിദ്. വർഷങ്ങൾക്ക് ശേഷമാണ് അത് തകർക്കപ്പെട്ടതും പിന്നീട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായതും. ഇവിടെ സമാനമായ സ്ഥിതിയെന്ന് തീർത്ത് പറയാൻ കഴിയുകയില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു വഴിയിലേക്കാണോ ഇത് നീങ്ങുന്നതെന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഷാഹി ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിലാണ്. ബാബറിൻ്റെ നേതൃത്വത്തിലുള്ള മുഗൾ വംശജർ ഇന്ത്യയിലെത്തി ഭരണം പിടിച്ചെടുത്തതിന് ശേഷം സംഭാൽ ജില്ലയിൽ ഗവർണറായി അദ്ദേഹത്തിൻ്റെ മകൻ ഹുമയൂണിനെ നിയോഗിച്ചിരിക്കുകയായിരുന്നു ബാബർ. ഈ ഒരു കാലഘട്ടത്തിലാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു പള്ളി പണിയാൻ ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. 1528 കാലഘട്ടത്തിലാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയായത്. എന്നാൽ ഇത് സംഘർഷത്തിലേക്കും പിന്നീട് കോടതി വ്യവഹാരങ്ങളിലേക്കുമൊക്കെ നയിച്ചത് 1963 നടത്തിയ ഒരു പഠനവുമായി ബന്ധപ്പെട്ടാണ്. 1963 ഡൽഹിയിലെ കോളേജ് പ്രൊഫസറായിരുന്ന രാം ശർമ്മ എന്നൊരാൾ തൻ്റെ ഒരു പുസ്തകത്തിൽ ഈ പള്ളി ക്ഷേത്രം പൊളിച്ചതിന് ശേഷമാണ് അവിടെ പണിതീർത്തത് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്ന് തന്നെ ഈ കാര്യം വലിയ വിവാദ വിഷയമായി മാറിയിരുന്നു. ദ റിലീജിയസ് പോളിസി ഓഫ് മുഗൾ എംപറേഴ്സ് എന്ന പേരിലുള്ള പുസ്തകത്തിലാണ് അന്ന് ഈ പരാമർശമുള്ളത്. രാം ശർമ്മയ്ക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സർവേ വകുപ്പിലെ ഉയർന്ന പദവി വഹിച്ചിരുന്ന ACL കാർലൈൽ എന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കുറിപ്പുകളിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കാർലൈലിൻ്റെ ഈ കണ്ടെത്തലുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്ന കണ്ണിങ്ഹാം എന്ന ഒരു ആൾ തള്ളിക്കളഞ്ഞതായും പിന്നീട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. 1528 ഈ പള്ളി നിർമ്മിക്കുമ്പോൾ മിർ ഹിന്ദ് ബേഗ് എന്ന ഒരു സൈനിക ജനറലിനായിരുന്നു ബാബർ ഇതിൻ്റെ മുഴുവൻ ചുമതല നൽകിയിരുന്നത്. ബാബറിൻ്റെയും ഹുമയൂണിൻ്റെയൊക്കെ തന്നെ അതിവിശ്വസ്തനായ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ബേഗ്. ഈ ബേഗിൻ്റെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലുമാണ് ഇവിടെ ഈ പള്ളി പണിതീർത്തത്. എന്നാൽ ഇവിടെ അമ്പലം പൊളിച്ചിട്ടാണ് ഈ പള്ളി പണിഞ്ഞത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ആധികാരികമായ രേഖകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ സർവേ നടത്തുന്നതിന് വേണ്ടി കോടതി ഉത്തരവിട്ടത്. പക്ഷേ അത് ഒരു കാലത്ത് വളരെ വ്യാപകമായ തോതിൽ അവിടെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പിന്നീട് സമാധാനം കൈവരുത്തുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ആരോപണം വന്ന പശ്ചാത്തലത്തിൽ വീണ്ടും കോടതിയിൽ നിന്ന് സർവേക്ക് ഉദ്യോഗസ്ഥന്മാരെത്തുമ്പോഴാണ് അവിടുത്തെ വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പാർലമെൻറ്റ് സമ്മേളനം കൂടി നടക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഉത്തർപ്രദേശ് സർക്കാരിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ അവരുടെ നില വളരെ കൃത്യമായും ശക്തമായും തന്നെ ഉന്നയിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇത്. പ്രതിപക്ഷം തീർച്ചയായും ഇത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി മുതലെടുക്കാൻ സാധ്യതയുള്ളതായി കേന്ദ്ര സർക്കാരിനും ഉത്തർപ്രദേശ് സർക്കാരിനും നന്നായി അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തർക്ക മേഖലയിലേക്ക് ഇപ്പോൾ അവിടെ ആരെയും കടത്തിവിടുന്നില്ല. കാരണം കൂടുതൽ സംഘർഷങ്ങളിലേക്ക് ഒരുപക്ഷെ അതൊക്കെ കൊണ്ടുവന്ന് എത്തിക്കും എന്ന് ഉത്തർപ്രദേശ് സർക്കാരിന് നന്നായിട്ടറിയാം. കേന്ദ്ര സർക്കാർ ഇതിനെല്ലാം പാർലമെൻറ്റിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പള്ളി തകർക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പലപ്പോഴും പലരും പറഞ്ഞു വരത്തിയിരുന്നു. ഇതൊക്കെ വെറുതെയാണ്, കള്ളമാണ് എന്നുള്ള ആ കൃത്യമായ വിവരം സർക്കാർ ജനങ്ങൾക്ക് നൽകുകയും അങ്ങനെ കുഴപ്പങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ വീണ്ടും കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു സർവേ അവിടെ നടക്കുന്നത്. ഏതായാലും ഇത് മറ്റൊരു ബാബറി മസ്ജിദ് ആകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ കൃത്യമായി ഇതിന് പോലീസിൻ്റെ നടപടി ഉണ്ടായി അക്രമ സംഭവങ്ങളെയൊക്കെ അടിച്ചമർത്താനും ഉത്തർപ്രദേശ് സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ വരും ദിനങ്ങളിൽ പാർലമെൻറ്റിലൊക്കെ തന്നെ ഈ വിഷയത്തിൽ ധാരാളം ചർച്ചകളും തർക്കങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.